ഇന്ന് നമ്മുടെ കൂടെയുള്ളത് JB ഇന്റീരിയേഴ്സിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജെറിൻ സാറാണ്. ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ അധികം സംശയങ്ങളും വിശേഷങ്ങളും എല്ലാം സാറുമായി നമുക്കിന്ന് പങ്കിടാം. നമസ്കാരം സാർ, വെൽക്കം ടു ദ ഷോ. സർ, JB ഇന്റീരിയേഴ്സ്, ജെറിൻ ബാബു, JB ഇന്റീരിയേഴ്സിന്റെ ഇതുവരെയ്ക്കുള്ള ജേണി എങ്ങനെയാന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ അങ്കിളുടെ ഫേമിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ആക്ച്വലി ഞാൻ ഒരു വലിയൊരു 10-20 ഏക്കർ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷനും സിവിൽ വർക്കും അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പം അത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 വർഷം സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു ഫിനാൻസ് കമ്പനിയിൽ ഒരു സൈറ്റ് സൂപ്പർവൈസറായിരുന്നു. മറ്റേ അവരുടെ ബ്രാഞ്ചസും അതൊക്കെ ചെയ്യുന്നൊരു ജേണിയിലായിരുന്നു. അത് കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ഇത് നല്ലൊരു ഫീൽഡായിരിക്കും എന്ന് വിചാരിച്ചു. സോ ഞാൻ പിന്നെ അത് ഇന്റീരിയർ ഡിസൈൻ പഠിക്കാൻ പോയി. ഹാൻഡ് ടു ഹാൻഡ് ഒരു ആർക്കിടെക്റ്റിൻ്റെ കൂടെ പഠിച്ച്, അവരെൻ്റെ ടീച്ചറായിരുന്നു. പഠിപ്പിച്ചിട്ട് എന്നെ പ്രോപ്പറായിട്ട് വരയ്ക്കാനും എല്ലാ കാര്യം രീതിയിൽ പഠിച്ച് പിന്നെ ഞാൻ ഇറങ്ങിയപ്പം ഞാൻ ഓർത്തു എനിക്കൊരു ബിസിനസ് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ 2018 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഞാൻ ഒരു വർക്ക് കിട്ടി. അപ്പം പിന്നെ എനിക്ക് വേറെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണ്. എനിക്ക് ഡിസൈനും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ജേർണിയുടെ ബിഗിനിങ്. അപ്പം കുറേ ടൈം എടുത്തിട്ടാണ് പഠിക്കുകയും കാര്യങ്ങൾ ചെയ്ത്. ഹാൻഡ് ടു ഹാൻഡ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കമ്പ്യൂട്ടേഴ്സിലോട്ട് ഇരുന്ന് അങ്ങനെ പഠിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ആദ്യം പേപ്പർ വെച്ച് പെൻസിൽ വെച്ച് വരച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഞാൻ അവിടെ എത്തിയത്. ചുരുക്കി പറഞ്ഞാൽ സാറിന്റെ ഒരു വരുമാന മാർഗം മാത്രമല്ല, പാഷനും കൂടിയാണ്. എല്ലാവർക്കും അതിനുള്ള ഒരു ഭാഗ്യം കിട്ടില്ല. സാർ, അപ്പം നമ്മുടെ JB ഇന്റീരിയേഴ്സ് എന്തൊക്കെ സർവീസസ് ആണ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ചെയ്യുന്ന ഡിസൈൻ സർവീസ് ചെയ്യുന്നുണ്ട്. ഡിസൈൻ കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ പർച്ചേസ് ഉണ്ട്. പിന്നെ ആൾക്കാരുടെ ലേബർ കോൺട്രാക്ടേഴ്സ് പ്രൊക്യൂർമെന്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം പ്രൊഡക്ഷൻ, നമുക്ക് ഓൺ ഫാക്ടറി ഉണ്ട് ഇവിടെ കളമശ്ശേരിയിൽ. അവിടെ നമ്മളെല്ലാം ഒരു ഓട്ടോമേറ്റഡ് ഫാക്ടറിയാണ്. ഒരു ഓട്ടോമേറ്റഡ് ഫാക്ടറി എന്ന് പറയുമ്പോൾ മിനിമലായിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ ഫാസ്റ്റായിട്ട് തീർക്കാൻ പറ്റുന്ന രീതിയിലും വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിലും നമുക്ക് ഓട്ടോമേഷൻ എന്ന് പറയുമ്പം ഫുള്ളി AI എനേബിൾ ടെക്നോളജിയാണ്. വെച്ചാൽ ഇപ്പം ഒരു ഡിസൈനർ അവരുടെ ഡിസൈൻസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മെറ്റീരിയൽ ലിസ്റ്റും പിന്നെ എത്ര പ്ലൈ വേണം, എത്ര എഡ്ജ് വേണം, എത്ര ഹിഞ്ചസ് വേണം, എത്ര മിനിഫിക്സും പിന്നെ എത്ര ഹാൻഡിൽസ് വേണം, ഇതെല്ലാം സോഫ്റ്റ്വെയർ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ സൈറ്റിൽ പോയി ഇൻസ്റ്റാളേഷൻ തുടങ്ങുമ്പം അത് കാണുന്നില്ല, ഇതില്ല. ഇപ്പൊ പണിക്കാർ എപ്പോഴും ഐഡിയലായിട്ട് സൈറ്റ് ചെയ്തിരിക്കും. അപ്പം ഒരു 2 മാസം തീരുന്ന സൈറ്റിൽ 6 മാസം, 2 വർഷം ഡിലേ വരും. കാരണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഇല്ല. മെറ്റീരിയൽ പർച്ചേസ് കറക്റ്റ് ആവില്ല. പ്രോപ്പർ ഡിസൈൻ നമ്മൾ ആ ഇംപ്ലിമെന്റേഷൻ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴാണ് ഓരോ പുതിയ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതന്നെ. അപ്പൊ അവിടെ വരുമ്പം കാർപ്പന്റേഴ്സിന് മെറ്റീരിയൽ ഇല്ലാതെ അവിടെ വെറുതെ ഇരിപ്പുണ്ടോ? അപ്പം ഡെഫിനറ്റ്ലി അതിന്റെ കൂലിയും കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ആദ്യം നമ്മളൊരു കോൺട്രാക്ട് ഫിക്സ് ചെയ്യും. ആ കോൺട്രാക്ട് ബ്രേക്ക് ആയി പിന്നെ ലേബർ ആവും. അപ്പൊ ഒരു വീട് പണിത് കഴിയുമ്പം നമ്മുടെ ക്ലയന്റ് ഒരുമാതിരി എക്സോസ്റ്റഡ് ആയി കഴിയുമ്പോൾ പിന്നെ അവര് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് എല്ലാം അറൈസ് ചെയ്യുന്നത്. അപ്പൊ അവർ EMI എടുത്തിട്ടായിരിക്കും വീട് താമസം ചെയ്യുന്നത്, പിന്നെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത്. ഒരു EMI ഇതിലാണ്. EMI ഒരിക്കലും അവരുടെ സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതൊരു ടൈം ലൈനിൽ തീർക്കേണ്ടതും പ്രോപ്പർ ടൈമിൽ തീർക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം പിന്നെ അടുത്തത് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇൻസ്റ്റാളേഷൻ സൈഡുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫുൾ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിലേക്ക് കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ, വീട് വെക്കാൻ ചിന്തിക്കുന്നു, എക്സ്റ്റീരിയർ ഒക്കെ കഴിഞ്ഞു, ഇനി ഇന്റീരിയർ എങ്ങനെ വേണം എന്ന് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു വീട് താമസം, ഒരു ബേസ്മെന്റ് പണിയുന്ന മുമ്പ് തന്നെ ഒരു ആർക്കിടെക്റ്റും ഡിസൈനറേയും കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 1 വർഷം 2 വർഷത്തെ വീട് താമസം നമുക്ക് 6 മാസമായിട്ട് ചുരുക്കാൻ പറ്റും. ഒരു കൺസ്ട്രക്ഷൻ ഫുള്ള്
ക്ലൈമറ്റ് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് ഡിഫർ ചെയ്യും. അപ്പം ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ആർക്കിടെക്റ്റ് ഉണ്ടെങ്കിൽ, ഇന്റീരിയർ ഡിസൈനർ ഉണ്ടെങ്കിൽ പ്രോപ്പർ ലൈറ്റിംഗ്, പ്രോപ്പർ ടൈൽ കളർ സെലക്ഷൻ, പെയിന്റ് സെലക്ഷൻ, സീലിങ്ങിലൊക്കെ വരേണ്ട ചേഞ്ചസും, എങ്ങനെ ബീം ഓടണം, എങ്ങനെ എവിടൊക്കെ പല പല ഇലക്ട്രിക്കലും പ്ലംബിങ്ങും അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കേർട്ടൺ സെലക്ഷൻസ്, നമുക്ക് പല കാര്യങ്ങളും ആദ്യം തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു AI സോഫ്റ്റ്വെയർ ഉണ്ട്, ഡിസൈൻ സോഫ്റ്റ്വെയർ. അപ്പൊ ആ AI സോഫ്റ്റ്വെയർ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ക്ലയന്റിന് ഒരു വാക്ക് ത്രൂ പോലെ ആദ്യം പ്ലാൻ ചെയ്തിട്ട് പിന്നെ ദേ ക്യാൻ ഗോ ഫോർ ദ എക്സിക്യൂഷൻ പാർട്ട്. വെർച്വൽ റിയാലിറ്റി. ഇപ്പം NRI കസ്റ്റമേഴ്സിനാണെങ്കിലും നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കും. ആ ലിങ്കിൽ അവർക്ക് ഒരു വാക്ക് ത്രൂ പോലെ ചെയ്യാം. അപ്പൊ അവരുടെ വീട് പ്രോപ്പറായിട്ട് എങ്ങനെ ഇരിക്കുന്ന അറിയാം. പിന്നെ ദേ ക്യാൻ ഗോ ഫോർ ദ എക്സ്റ്റീരിയർ പ്ലാനിങ്, നോ പ്രോബ്ലം. അപ്പൊ ആർക്കിടെക്ട്സിന് കുറെ കാര്യങ്ങൾ ചെയ്യാം, ലാൻഡ്സ്കേപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇപ്പൊ ആർക്കിടെക്ട്സ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അത് വലിയ ഇന്റീരിയേഴ്സ് ആണ് ഇപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. കൊറോണ കഴിഞ്ഞപ്പോ എല്ലാവരും വീട് നന്നായിട്ടിരിക്കണം, പുറമേയുള്ള ഭംഗിയേക്കാളും ഫോക്കസ് കുറഞ്ഞു. ഏറെക്കുറെ ആൾക്കാരെ പുറമേ നിന്നുള്ള ഭംഗിയേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്ക് ഫ്രം ഹോം വരുന്നുണ്ട്. എപ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോൾ അവർ വീട് നല്ലതായിട്ടിരിക്കും, നമ്മൾ ആംബിയൻസ് കീപ്പ് ചെയ്യണം. അപ്പോഴാണ് 2020 തൊട്ട് ഇന്റീരിയർ ഡിസൈനേഴ്സിന് ഭയങ്കരമായിട്ട് ഡിമാൻഡ് കൂടി. ഞാൻ 2018 തുടങ്ങുമ്പം കൊച്ചിയിൽ ആകെ 500 പേരൊക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ എങ്ങനെ ഏകദേശം പറഞ്ഞ കേരളം മുഴുവൻ 11,000 ഇന്റീരിയർ ഡിസൈനേഴ്സ്. പ്രൊഡക്ഷൻ യൂണിറ്റ്സ് മാത്രം 350. അന്ന് ഒരു 70 ഉള്ളായിരുന്നു. 70 to 100 ഉള്ളായിരുന്നു ഓൾ കേരളത്തില്. കോമ്പറ്റീഷൻ വന്ന് ആൾക്കാരുടെ എണ്ണം കൂടി. അപ്പൊ ഇങ്ങനത്തെ പുതിയ പുതിയ ടെക്നോളജീസ് നമ്മളെ ഒരു കാരണം ഫാസ്റ്റ് ലൈഫാണ്, ആൾക്കാർക്ക് പെട്ടെന്ന് തീർക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ വലിയ വീടുകൾ ചെയ്യുന്ന ഇന്റീരിയേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചെറിയ കോമ്പാക്ട് സ്പേസ് സേവിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനി പ്രോപ്പറായിട്ട് ചെയ്തു തരും. ഇപ്പൊ വലിയ വലിയ ഇന്റീരിയേഴ്സ് ചെയ്യുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ചെറുതും ചെയ്യും. ഇപ്പൊ 1 BHK 5 bedrooms 6 bedroom 10 bedroom നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വലിയ വലിയ സ്പേസ്, വലിയ ബഡ്ജറ്റ്, ഒരു റേഞ്ച് ഓഫ് ബഡ്ജറ്റിലുള്ള കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ കസ്റ്റമറിനുള്ള സ്പേസ് വെച്ചിട്ട് ആ സ്പേസ് എത്രത്തോളം ഭംഗിയായി യൂട്ടിലൈസ് ചെയ്ത് അല്ലെ മാക്സിമം മിനിമം ബഡ്ജറ്റിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. പിന്നെ നമ്മുടെ കമ്പനി അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രോപ്പർ ഒരു ബഡ്ജറ്റ് ഉണ്ട്. ഒരു കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം കൊട്ടേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൊട്ടേഷൻ മാറുമല്ലോ. ഇപ്പൊ നമ്മൾ ഒരു 6 ലക്ഷം രൂപയ്ക്ക് ചെയ്യുകയാണെങ്കിൽ 6 ലക്ഷം രൂപയ്ക്ക് ചെയ്യും. അല്ലാതെ പണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലേ. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ കൊട്ടേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ എക്സെപ്റ്റ് ചെയ്ത് മാത്രം മുമ്പോട്ട് പോകുള്ളൂ. അതെങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാരണം നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് പ്രകാരം നമുക്കറിയാം ഒരു വീട്ടിലേക്ക് എത്ര മെറ്റീരിയൽ വരും. നമുക്ക് പ്രോഡക്റ്റ് കോസ്റ്റ് നമുക്കറിയാം. ആ പ്രോഡക്റ്റ് കോസ്റ്റ് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ഇട്ട് മാത്രം റൺ ചെയ്യുന്നുള്ളൂ. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു 6 ലക്ഷം രൂപ 3 BHK 6 ലക്ഷം തന്നെ ആവത്തില്ല. 6.25 ആണെങ്കിൽ 6.25. എനിക്ക് തോന്നുന്നു ഓൺ പ്രൊഡക്ഷൻ ഉള്ളത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെഫിനറ്റ്ലി. നേരത്തെ ഞാൻ ചെയ്തോണ്ടിരുന്ന വെച്ചാൽ ഞാൻ വെളിയിൽ കൊടുക്കുമ്പോൾ എനിക്ക് കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും. അവരുണ്ടാക്കുന്ന മിസ്റ്റേക്സ് ഞാൻ കുറെ സഫർ ചെയ്തിട്ടുണ്ട്. അപ്പം കുറെ ലോസും കാര്യങ്ങളും വരും. നമുക്ക് അടുത്ത വർക്ക് പിടിക്കുമ്പോൾ മോർ ദാൻ ദാറ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മോശമായിരുന്നു. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. കമ്പനിയുടെ ഇമേജിന്റെ തന്നെ ബാധിക്കും. കമ്പനിയുടെ ഇമേജ് കണ്ടവനും ബാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വെളിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ പലതരം പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പലതരം രീതി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു പ്ലൈവുഡ് പ്ലസ് ലാമിനേറ്റ് ഒട്ടിച്ച് വരുമ്പോൾ 10,000 ചെലവുണ്ട്. ഒരു പ്ലൈവുഡ് ഒരു MM തെറ്റിപ്പോയി കഴിഞ്ഞാൽ വേസ്റ്റ് ആയി. അപ്പൊ അത് ഹോൾ പ്രോസസ് കമ്മിറ്റഡ് പ്രോസസ്സിന് തെറ്റ് വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഓട്ടോമേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓട്ടോമേഷൻ കൃത്യമായിട്ട് മെറ്റീരിയൽ പ്ലാനിങ് നടത്താം. എങ്ങനെ കട്ട് സൈസ് വേണ്ടത്, എങ്ങനെയാണ് നമുക്കത് കൃത്യമായിട്ട് ഇൻസ്റ്റാളേഷൻ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പം പ്രോപ്പറായിട്ട് ഏകദേശം പറഞ്ഞ ബഡ്ജറ്റിൽ നമുക്കത് തീർക്കാനും പറ്റും. പലപ്പോഴും എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അതാണ്. ലൈക്ക് അറ്റ് ദ സ്റ്റാർട്ടിങ് ഒരു ബഡ്ജറ്റ് പറയും, പിന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഓരോ പുതിയ ചലഞ്ചസ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് അവസാനം നമ്മുടെ പണി കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ ബഡ്ജറ്റ് ആയിരിക്കില്ല.
ഭയങ്കര ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ മേഖല ഇന്ത്യയിലെ ഫീൽഡാണ്. കാരണം ഇത് അൺഓർഗനൈസ്ഡും ഓർഗനൈസ്ഡ് തമ്മിൽ വ്യത്യാസം. അൺഓർഗനൈസ്ഡ് കാർപ്പൻട്രി എന്ന് പറയുമ്പോൾ നമ്മളൊരു കാർപ്പൻറ്ററിന് കൊടുക്കാൻ അവര് നേരെ ഒരു ബഡ്ജറ്റ് അങ്ങ് പറയും. ബഡ്ജറ്റ് പറയുമ്പം സാറേ ഇത്രയും പ്ലൈവുഡ് വേണം, ഇത്രയും ലാമിനേറ്റ് വേണം, ശരി, അപ്പം ഓണറിനെ എടുത്ത് കൊടുക്കും. അപ്പൊ ഓണർ എത്രയും തീരുമാനിക്കുമല്ലോ. കുറച്ച് ദിവസം മുമ്പ് സാർ പിന്നെയും പറയും എനിക്ക് ഇത്രയും പ്ലൈവുഡ് വേണം, ഇത്രയും ലാമിനേറ്റ് വേണം. അപ്പൊ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് കസ്റ്റമർ പറയണ പോലെ ചെയ്യും. ആദ്യത്തിൽ 10 കണക്ക് എഴുതി വെക്കും, പിന്നെ കണക്ക് എഴുതാൻ പറ്റാതെ ആയിപ്പോ അവസാനം ഓൾറൗണ്ട് നോക്കുമ്പോൾ ബഡ്ജറ്റ് മൊത്തം പൊളിയും, കസ്റ്റമർ സ്റ്റാൻഡേർഡ് ആവും. ഹൗസ് വാമിംഗ് അന്ന് ആൾക്കാർക്ക് ഒരു നല്ലതായിട്ടൊന്ന് കേറ്റർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി ടെൻഷൻ അടിച്ച് പൈസ ബേൺ ഔട്ട് ആയി. ചിലപ്പോ ഹൗസ് വാമിംഗ് നടത്താറില്ല പല ആൾക്കാർ. അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്റെ ഫ്രണ്ട്സും എന്റെ കുറെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഫ്രണ്ട്സൊക്കെ അങ്ങനെ പൈസ പിന്നെ വരുമ്പോ ഹൗസ് വാമിംഗ് ചെയ്തിട്ടുണ്ട് അവര്. അപ്പം ബേൺ ഔട്ട് ആകുമ്പോൾ ഈ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രോപ്പർ ബഡ്ജറ്റും ഷെഡ്യൂൾ ടൈമില് ഏതൊക്കെ ഷെഡ്യൂളാണ് ഏതൊക്കെ വർക്ക് തീർക്കുന്നത് കൃത്യമായിട്ട് ഉണ്ടാവും. അതിപ്പം വലിയ പ്രോജക്ട്സ് ആണെങ്കിൽ ടൈം കൂടും ഒബ്വിയസ്ലി. ചെറിയ പ്രോജക്ട്സ് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഞാനിപ്പം ഒരു കമ്പനി ഉണ്ട് പറയണേ ഞാൻ 40 ദിവസം തീർക്കാം, മറ്റേ കമ്പനി ഞാൻ 35 ദിവസം തീർക്കാം, വേറെ കമ്പനി ഞാൻ 25 ദിവസം തീർക്കാം. ഇങ്ങനെ വാശി പിടിച്ചു കഴിയുമ്പോൾ വർക്ക് ക്വാളിറ്റിയും കുറയും. കാരണം ഇത് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ടാണ് കൊടുക്കുന്നത്. ഇതിൽ വേറെ കേസ് എന്ന് വെച്ചാൽ നമ്മൾ MDF HDF ഒന്നും യൂസ് ചെയ്തില്ല. കാരണം വെച്ചാൽ ഇതില് ഈ സാധനം ഒട്ടിക്കുമ്പോൾ നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഫംഗസ് ഒക്കെ വന്നോണ്ടിരിക്കും. പിന്നെ എക്സ്പാൻഷൻ ഉണ്ടോ, പിന്നെ ഇപ്പൊ ഏകദേശം എല്ലാ ദിവസവും മഴ, കാര്യങ്ങളാണ്. 12 മാസം മുമ്പ് മഴക്കാലം എന്ന് പറയാനില്ല, എല്ലാ ദിവസവും മഴ തന്നെ. അതുകൊണ്ട് നമ്മൾ ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്യുള്ളൂ. മറൈൻ പ്ലൈവുഡ്, 7 മറൈൻ പ്ലൈവുഡ് എന്നൊക്കെ പറഞ്ഞ മഴയത്തൊന്നും എക്സ്പാൻഷൻ അങ്ങനെ ഒന്നും ഉണ്ടല്ലോ, പൂപ്പലൊന്നും പിടിക്കൂല. നമ്മൾ ലാമിനേറ്റ് ഒട്ടിക്കും. പിന്നെ പ്രോപ്പർ നല്ല ബ്രാൻഡഡ് ചിപ്പ് ബോർഡ്സ് ഉണ്ട്, അത് അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട്, 10 years വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരുടെ ബോർഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫിനിഷ് ക്ലീൻ ആയിരിക്കും. പ്ലൈവുഡിൽ കുറച്ച് വേവ്സ് ഉണ്ടെങ്കിലും അത് കിടന്നോളും, അനങ്ങൂല. പിന്നെ വെള്ളം വീഴുന്ന ഏരിയകളുണ്ട്, സിങ്ക്, മറ്റേ ടോയ്ലറ്റിന്റെ അകത്തുള്ള ഏരിയകൾ, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും WPC മാത്രം യൂസ് ചെയ്യുള്ളൂ. അതെന്ന് വെച്ചാൽ 3 layer WPC. വെള്ളം വീഴുന്ന കുഴപ്പമില്ല, ടെർമൈറ്റ്സ് വീണ കുഴപ്പമില്ല. പിന്നെ കിച്ചന്റെ ബോട്ടം വേണ്ടിട്ട് നമുക്ക് അവിടെ വെള്ളം കോരി ഒഴിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചാലും പൂപ്പിലൊടിക്കൊന്നുമില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമാണ്. അതാണ് WPC ബെനിഫിറ്റ്. പിന്നെ കുക്കിങ്ങിന് മസാല വീഴുന്നു, അത് വീഴുന്നു, അതൊന്നും കുഴപ്പമില്ല. വുഡില്ല, വുഡ് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണിക്ക് ഫുള്ളി വർത്താണ് അല്ലേ, ആസ് ഓഫ് സ്റ്റഡീസ്. കാരണം ഇതിന് മുമ്പ് മൾട്ടിവുഡ് വന്നിട്ടുണ്ട്, അത് ഫെയിലിയർ ആയിരുന്നു. അപ്പൊ അത് ഞാൻ നോക്കിയിട്ട് ഇത് ഞാൻ കുറെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫാക്ടറി ഇരുന്നിട്ട്. പിന്നെ നമുക്ക് ഫാക്ടറി ഉണ്ടായിരുന്നു, നമുക്ക് അറിയാം ഇന്ന മെറ്റീരിയൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ടാവും, ഇന്ന മെറ്റീരിയൽ ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ അത് ഡാമേജ് ആവുന്നുണ്ടോ. ഇപ്പൊ 1 മാസമൊക്കെ വെറുതെ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാണാം, വേസ്റ്റ് ഒക്കെ ഇരിക്കുമ്പോൾ കാണാം ആ ഡാമേജ്. അപ്പൊ എന്ത് കൊണ്ടാണ് മെറ്റീരിയൽ ഡാമേജ് ആവുന്നത് നമ്മൾ റിജക്ട് ചെയ്യും. ഞാൻ സമ്മതിക്കൂല. അപ്പൊ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസും പ്രോപ്പറായിട്ടുള്ള ഹാർഡ്വെയർസ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ, ബ്രാൻഡ് യൂസ് ചെയ്യുള്ളൂ. ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല. കാരണം വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാനിപ്പോൾ ഒരാളുടെ വർക്ക് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഞാൻ ഇന്ന വർക്ക് തീർത്തു, ഇനി ഒരു 2 വർഷം കഴിഞ്ഞ കസ്റ്റമർ എന്റെ സാധനം ഇടിഞ്ഞു പോലെ താഴെ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ലോസാണ്. കാരണം ഞാൻ വാറണ്ടി പേപ്പർ കൊടുക്കുന്നു. എനിക്ക് അപ്പോഴും ഒരു 20,000-30,000 എക്സ്ട്രാ എക്സ്പെൻസ്. അത് ശരിയാക്കാനും പണിക്കാർ വിട്ട് വണ്ടി വിട്ട് സാധനം റെഡിയാക്കാനും കുറെ ടെൻഷൻസ് കാര്യങ്ങളും. ഇതുവരെ എൻ്റെ കസ്റ്റമേഴ്സിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ വെളിയിൽ ഫാക്ടറി കൊടുത്തതിന്റെ കുഴപ്പം കാരണം 1-2 കസ്റ്റമേഴ്സ് മാത്രമേ എന്നെ തിരിച്ചു വിളിച്ചിട്ടുള്ളൂ. ഇനി എനിക്ക് ഇന്ന സ്ഥലത്തൊരു പ്രശ്നം വേണ്ടിട്ട് വെള്ളം വേണ്ടിയിട്ടാണ്. അതൊരു 4-5 കൊല്ലം മുമ്പ് നടന്ന പ്രോജക്റ്റ്. അപ്പം അവിടെ അന്ന് WPC ഓപ്ഷൻസ് ഒന്നും ഇല്ല. മാർക്കറ്റിൽ ഇത് വന്നുകൊണ്ട് ഭയങ്കര ബെനിഫിഷ്യൽ ആയി. അതാണ് ഒരു മെയിൻ റീസൺ. പിന്നെ പ്രോഫിറ്റബിൾ ഈ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ മെയിൻ കാരണം വെച്ചാൽ നമ്മുടെ മെഷർമെന്റ്സ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ്.
തോന്നിയൊരു മെഷീൻ. ഇപ്പം ഒരു ഭിത്തിയുടെ നീളം അനുസരിച്ച് നമ്മൾ കബോർഡ് പണിയില്ല. പണിയുമ്പം അതിൻ്റെ രീതിക്ക് ഡിസൈൻ ചെയ്ത് ഇപ്പം വിഷ്ണുവിനിപ്പം ഒരാൾക്ക് ഉപയോഗിക്കാം. വിഷ്ണുവിന്റെ ഹൈറ്റും വിട്ടും അനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും വിഷ്ണുവിന്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് പ്രകാരം നമ്മൾ ഡിസൈൻ ചെയ്തോളൂ. അതനുസരിച്ച് കളേഴ്സും വരുള്ളൂ. മെഷർമെന്റ്സ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ് വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കും. മനസ്സിലായി? ഒരു മാക്സിമം കൺസംഷൻ വരുന്ന രീതിയിൽ ഒരു വീട്ടിലേക്ക് എത്ര പ്ലൈവുഡ് അത്ര മാക്സിമം കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ നമുക്ക് മെഷർമെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 2 mm 3 mm മാറിക്കഴിഞ്ഞാൽ അടുത്ത പ്ലൈവുഡിലോട്ട് കയറും. നേരത്തെ പറഞ്ഞത് 10,000 എക്സ്ട്രാ വരും. കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള മെഷർമെന്റ്സ് പ്ലാനിങ് എല്ലാം പ്രോപ്പർ ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ് ഉണ്ട്. കളേഴ്സ് എത്ര വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ഒരു 500 കളർ ഉണ്ട്. ഇപ്പൊ വിഷ്ണു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒരു നമുക്കൊരു കളറ്, നാടനുസരിച്ച്, ജോഗ്രഫി അനുസരിച്ച്. ഇപ്പം NRI കസ്റ്റമേഴ്സ് ഈ ദുബായിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് വരുന്ന അവർക്ക് പേസ്റ്റൽ കളേഴ്സ് വേണ്ടത്. നമ്മുടെ കേരളത്തിൽ പലതരം NRI കസ്റ്റമേഴ്സ് ഉണ്ട്. പലതരം ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവർ. അവർ ലോകം കണ്ടുവരുന്ന ആൾക്കാര്. NRIs ആണ് നമ്മുടെ ബാക്ക് ബോൺ കേരളയുടെ. അപ്പം അവർ പലതരം കളേഴ്സും കാര്യമായിട്ട് വരുന്ന ആൾക്കാർ. അപ്പം അവരിപ്പം ഇന്നിപ്പം ദുബായിലാണെങ്കിൽ ചിലപ്പോൾ നാളെ അവർ വേറെ കൺട്രി. അപ്പൊ എന്റെ വീട് അങ്ങനെ വേണമെന്ന് പറയും. ലോകം കണ്ട ആൾക്കാരാണ്. പല സ്ഥലത്തും പല രീതിയിലുള്ള ഡിസൈൻസും കളർ കോമ്പിനേഷൻസും ഒക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് അതിന് സൊല്യൂഷൻസ് ഉണ്ട്. അതെ, അതിപ്പോ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇന്ത്യ മാർക്കറ്റ് അതിന് സൊല്യൂഷൻ ഉണ്ട്. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. നേരത്തെ ഇല്ലായിരുന്നു, ഞാൻ തുടങ്ങുമ്പോൾ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് എപ്പോഴും ഒരു വൈറ്റോ അങ്ങനത്തെ കുറച്ച് കളേഴ്സും പിന്നെ വുഡൻ കളേഴ്സ് ഇതൊക്കെ ഉള്ളത്. ഇപ്പം നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സും അങ്ങനെ പല കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ബെനിഫിഷ്യൽ. സർ, എൻ്റെ അടുത്തൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഞാനൊരു ഇൻ അനദർ 2 months ഞാനൊരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ഇൻറ്റീരിയർ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. പല ഇൻഡിവിജ്വൽസിനും പല ടേസ്റ്റ് ആയിരിക്കും. സാർ എങ്ങനെ കറക്റ്റായിട്ട് ഒരു കസ്റ്റമർ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ കസ്റ്റമറുടെ ടേസ്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്ലാനിങ് ചെയ്ത് അതെങ്ങനെ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കും? പല ഇന്ത്യൻ കമ്പനീസും ചെയ്യുന്ന ഒരു പ്രശ്നം വെച്ചില്ല, കസ്റ്റമറെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല. കസ്റ്റമേഴ്സും റിക്വയർമെന്റ് മനസ്സിലാക്കില്ല. അപ്പം അത് ശരിയാണ്, എന്റെ സൈഡിനെ പറ്റിയൊന്നും ഇല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഞാനത് സൊല്യൂഷൻ വെച്ചാല് നമ്മളിത് പഠിക്കുമ്പോൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ ഒരു സാധനമുണ്ട്, ഇന്റീരിയർ ഡിസൈനേഴ്സ് മൂഡ് ബോർഡ് എന്ന് പറയും. ഈ മൂഡ് ബോർഡ് എന്ന് പറയുമ്പോൾ മൂഡ് ബോർഡിൻ്റെ അകത്ത് നമ്മൾ പല ടൈപ്പ് ഓഫ് ഫോട്ടോസ് ഇടും. പലതരം കളേഴ്സും തീംസും നമുക്ക് പലതരം ഇതുണ്ട്. കണ്ടംപററി ഉണ്ട്, മോഡേൺ ഉണ്ട്, സ്കാൻഡിനേവിയൻ ഉണ്ട്, ട്രഡീഷണൽ ഉണ്ട്, അങ്ങനെ പലതരം ഡിസൈൻസ് ഉണ്ട്. ഇപ്പം യൂറോപ്പിക്കുന്ന കസ്റ്റമറിന് ട്രഡീഷൻ പറ്റത്തില്ല, അവർക്ക് കണ്ടംപററി മോഡേണോ അങ്ങനെയൊക്കെ പോകുന്നത്. ചിലപ്പോൾ സ്കാൻഡിനേവിയൻ പോകും. USA കസ്റ്റമറും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ കേരളത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ട്രഡീഷണൽ, അവർക്ക് കുറച്ച് കൊത്തുപണി, കുറച്ച് വുഡൻ ഷെയ്ഡ്സ്, കുറച്ച് അങ്ങനെയൊക്കെയും താല്പര്യം വരുന്നത്. അപ്പൊ അതിന് നമുക്കൊരു മൂഡ് ബോർഡ് ഉണ്ട്. ആ മൂഡ് ബോർഡും കളേഴ്സും ഫോട്ടോസും കുറെ കാണിക്കും. അപ്പൊ അവർ ആ പോയിന്റിൽ ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യും. നമ്മൾ അത് വെച്ച് ഡെവലപ്പ് ചെയ്യും. അത് വെച്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ എക്സ്പാൻഷൻ പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ അവർക്ക് പിന്നെ കുറച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടി ബേസിക് അതെ. പല കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് ചെയ്യും, ഈ ഡിസൈനർ എവിടെ നിന്ന് വന്നിരിക്കുന്നു, അവർക്കൊന്നും മനസ്സിലാവുന്നു, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. കമ്മ്യൂണിക്കേഷൻ. പിന്നെ അവര് നമ്മുടെ ആ ഡിസൈനർ അല്ലെങ്കിൽ കമ്പനി അപ്രോച്ച് അവര് വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇതന്നെ പറയും, ഇത് നല്ല കൊള്ളാം എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു അവിടുന്ന് ഫിലിം ഡെവലപ്പ് ചെയ്യുന്നതിൽ എടുത്താൽ ഞാൻ പറയുന്നത്, നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി, ഞാനൊരു പേഷ്യന്റ് ആണ്, ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടാൽ തന്നെ പകുതി അസുഖം മാറും. അത് ആ ഡോക്ടർ നമ്മളെ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. മെഡിസിന്റെ ആവശ്യമില്ല. അതൊരു അനലോജി ആയിട്ട് ഉപയോഗിക്കാന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? അവിടെയാണ് ഈ കസ്റ്റമേഴ്സിന് കൂടുതൽ ടെൻഷൻ വരുന്നത്. ഡിസൈനർ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നില്ല, എത്ര 3D മാറ്റിയിട്ടും ഇവർക്ക് ഇങ്ങനെ ആയിപ്പോയി. അതെപ്പോഴും ഒരു ചോദ്യം തന്നെയാണ്. അതിനാണ് നമ്മൾ മൂഡ് ബോർഡ് ഉണ്ട്. മൂഡ് ബോർഡ് വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അവരുടെ കസ്റ്റമർ സെലക്ട് ചെയ്യുമ്പോൾ, ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ അത് പ്രകാരം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഫൈൻ. അപ്പം ഒരു ലേഡി
അവരുടെ വീട് നേരത്തെ താമസിച്ച വീട്, അവരുടെ ഫാമിലി ഇരുന്ന വീട്, അവരുടെ മൈൻഡിൽ എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും. ചിലപ്പോൾ ചില കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ കളർ എന്റെ വീട്ടിൽ വേണമെന്ന് പറയും, ഒരു ഇമോഷൻ ടച്ച് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു കളർ ഇങ്ങോട്ട് കൊണ്ടുപോകും. ചിലപ്പോൾ ചില ആൾക്കാർ പറയും ടോട്ടൽ ഡിഫറെന്റ് കളേഴ്സ് എന്ന് വെച്ചാൽ നേരത്തെ ഇരുന്ന വീടിനേക്കാളും പുത്തനൊരു വീട്, പേസ്റ്റൽ കളേഴ്സ്, ഭയങ്കര ലാവിഷ് കളേഴ്സ് വേണമെന്ന് പറയും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം നമുക്കിവിടെ ഉണ്ട്. അതാണ് നമുക്കൊരു ബെനിഫിറ്റ്. പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ പ്ലാനിങ് കാര്യങ്ങളും വളരെ സിമ്പിളാണ്. കുറെ കോംപ്ലിക്കേറ്റഡ് ഫീൽഡായിരുന്നു. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു ക്യാപ്സ്യൂൾ പോലെ ആക്കിയിട്ടുണ്ട്. ന്യൂവസ്റ്റ് ടെക്നോളജി വന്നുകൊണ്ടാണ്. ടെക്നോളജി, കാരണം ടെക്നോളജി ഇല്ലെങ്കിൽ പല പല ബ്രെയിൻസ് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ടെൻഷൻസ് ഉണ്ട്. അപ്പം ടെക്നോളജി ഉണ്ടായതാണ് ഈ ഒരു വലിയ ബെനിഫിറ്റ്. With the right use of technology. With the right use of technology, proper documentation, നല്ല പ്രൊഫഷണൽ ടൈപ്പ്, എന്നാൽ എക്സ്പെൻസ് കൂടാത്ത രീതിയിൽ. മറ്റേ പല കമ്പനികൾക്ക് വലിയ എക്സ്പെൻസീവ് ആയിരിക്കും അവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മിനിമൽ എക്സ്പെൻസിലായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ക്വാളിറ്റിക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് 20,000-30,000 നഷ്ടമാണ്. ചെറിയ പ്രോഫിറ്റ് നമ്മൾ ചെയ്യുമ്പം ആ മെറ്റീരിയൽ അവിടെ നന്നായിട്ടിരിക്കണം, പ്രോപ്പറായിട്ട് ഇരിക്കണം, വർഷങ്ങളോളം അവർ യൂസ് ചെയ്യണം. കാരണം ഈ സാധനങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. കാരണം ഫ്യൂച്ചറിൽ ഇത് പൊളിച്ചു മാറ്റണം എന്ന് പറയുമ്പം അവർ വീട് മാറണം, ഇതെല്ലാം പൊളിച്ച് പിന്നെയും പുതിയതാക്കണം, പിന്നെ എക്സ്പെൻസ്, മുമ്പോട്ട് പോകുന്ന എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ സാറൊരു പക്കാ ബിസിനസ്മാൻ ആയിട്ടല്ല കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. സാറ് കസ്റ്റമേഴ്സിന്റെ പെർസ്പെക്ടീവ് ചിന്തിക്കുന്നു, അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബേസിക്കലി ഒന്നുമില്ല, എല്ലാവരും അവരുടെ വീടാണ്. ഇപ്പൊ കൊമേഴ്ഷ്യൽ ചെയ്യുന്നില്ലല്ലോ. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു 100 പേര് വരുന്നു, 100 പേര് പോകുന്നു, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ 5 പേര്, 4 പേര്, 3 പേര് ആ വീടിനകത്ത് വർഷങ്ങളും താമസിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു ഹൗസ് വാമിങ് വരുമ്പം ഒരു 10 പേര് കാണുമ്പം നല്ലൊരു വീട് അവർ സമ്പാദിച്ചു, അവർ കഷ്ടപ്പെട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പല ചലഞ്ചസിന് പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, കുറെ കഷ്ടപ്പെടും. അപ്പം ഒരു വീടായി കഴിയുമ്പോഴാണ് അവർ പൂർണ്ണത ആവത്തുള്ളൂ. അപ്പൊ അത് ഒരു 10 പേര് കാണുന്ന അവര് വന്ന് കാണുന്നതും സ്നേഹിക്കുന്നതും നല്ല. സാറിന് ഒരു വർക്ക് കറക്റ്റ് ആയിട്ട് ടൈം ലൈനിൽ പറഞ്ഞ ബഡ്ജറ്റില് ഈ പറഞ്ഞ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ച് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കുമ്പോൾ സാറിന് ഒരു ലഭിക്കുന്നുണ്ട് അല്ലേ? മോർ ദാൻ മണി. പിന്നെ എല്ലാം ടൈമിലെല്ലാം നമുക്ക് തീർക്കാൻ പറ്റില്ലെന്ന് ഞാൻ വലിയ ആളൊന്നും അല്ലെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. പല ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കസ്റ്റമറിനെ മനസ്സിലാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ടെൻഷൻസും ഫ്രസ്ട്രേഷൻസും ഉണ്ടായിട്ടുണ്ട്. ഇല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഷെഡ്യൂൾ പ്രകാരം ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ആവുന്നുണ്ട്. നേരത്തെ ഷെഡ്യൂൾ ഇല്ല, ഒന്നുമില്ല, അങ്ങനെ പോകുമ്പോഴാണ് തോന്നുമ്പം പണി കൊടുക്കും, തോന്നുമ്പോൾ പണി കൊടുക്കും, ആ രീതിക്ക് പോയിട്ടുണ്ട്. നേരത്തെ അൺഓർഗനൈസ്ഡ് ആയിട്ട് ഫേം, ഒത്തിരി അൺഓർഗനൈസ്ഡ് ഫേംസ് നമ്മൾ കേരളത്തിലുണ്ട്. അപ്പൊ അവരുടെ സ്റ്റഡി പ്രകാരമാണ് നമ്മൾ ഓർഗനൈസ്ഡ് ആക്കി. ആഫ്റ്റർ ഓൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ആണല്ലോ, അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയാലായിരിക്കും ഇത്തിലൂടെയും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് പലതരം SOPs കാര്യങ്ങളുണ്ട്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. പെർഫെക്ഷനിലേക്ക് എത്താന്ന് പറയാം. പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യൽ ഈസ് ആക്ച്വലി ഇംപോസിബിൾ. പ്രോഡക്റ്റ് പെർഫെക്ഷൻ നമുക്ക് വരുത്താൻ പറ്റും. പിന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് കുറെ അവധികളും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവും. പലതരം അവധി, ഒത്തിരി, ഒരു 365 ദിവസം ഏകദേശം ഒരു 100 അവധി ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടവാൻ അവധിയുണ്ട്. അപ്പൊ ആ അവധികൾ നമ്മൾ ചാലഞ്ചസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ തന്നെ വരാറുണ്ട്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് മാക്സിമം പോകാൻ. പെർഫെക്ഷൻ എത്തില്ല എന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല, നമുക്കെപ്പോഴും നിയർ പെർഫെക്ഷൻ എത്തിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യരുടെ നിലയ്ക്ക്. അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ എങ്ങനെയായാലും ഉണ്ടാവും. കാരണം NRI കസ്റ്റമേഴ്സ് അവരെ പ്രോപ്പറായിട്ട് ജോലി ചെയ്ത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോകുന്ന ഒരു കൺട്രിയാണ് കേരളം എന്ന് പറഞ്ഞാൽ. ടോട്ടലി ഡിഫറെന്റ്. ലെയ്ഡ് ബാക്കാ. നമ്മളൊരു കാര്യം ഇന്ന് പ്ലാൻ ചെയ്യുന്ന നാളെ നടക്കണമെന്നില്ല. അങ്ങനെ പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് പ്രോപ്പർ സിസ്റ്റംസും പ്രോപ്പർ എഗ്രിമെന്റ്സും കീപ്പ് ചെയ്യുന്നുണ്ട് ലേബേഴ്സായിട്ട്. ആ ലേബേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അവരായിട്ട് പ്രോപ്പർ ലേബർ എഗ്രിമെന്റ് വെക്കും. ഇത്ര ദിവസം കൊണ്ട് തീർക്കണം, ഇല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ
പലതരം ലേബറേഴ്സിനെ വെക്കലാണ് ഏറ്റവും വലിയ അല്ലേ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പിന്നെ കാരണം അത് അങ്ങനെയാണ്, അത് ഫീൽഡ് അങ്ങനെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലീഗലി ഡോക്യുമെന്റഡ് ആക്കി ലേബേഴ്സ് ആയിട്ട്. നേരത്തെ നമ്മൾ കോൺട്രാക്ട് എടുക്കുമ്പോൾ അവര് ഇത്തിരി കൂടി കറക്റ്റായിട്ട് തീർക്കാൻ ശ്രമിക്കും. അതിനുള്ള പണിയുള്ളൂ ആക്ച്വലി. അപ്പൊ ഒരു സീരിയസ്നെസ് അതിലുണ്ടാവും. ഒരു 4 ബെഡ്റൂം വീടൊക്കെ തീർക്കാൻ 21 ദിവസം മതി. അതിനുള്ള പണിയുള്ളൂ. അപ്പം അതിനുള്ള എല്ലാ മെറ്റീരിയലും സൈറ്റിലുണ്ടാവും. നമ്മൾ ഈ ദുബായിൽ ഇത് യൂറോപ്യൻ ടെക്നോളജിയാണ് സംഭവം. യൂറോപ്പിൽ നിന്ന് ഇറ്റാലിയൻ മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇറ്റാലിയൻ സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരുടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ചലഞ്ച് വെച്ചാൽ പലരും പറയും ഇതുകൊണ്ട് നടക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചാലും അതിന് നെഗറ്റീവ് പറയാനുള്ള ആൾക്കാരാണ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്. അവസാനം അവർ തന്നെ സെയിം തിരിച്ചു പറയിപ്പിച്ചു. അവരൊക്കെ തന്നെ വന്ന് എന്റെ കമ്പനി തന്നെ വർക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഈ കേരളത്തിൽ ഒരുമാതിരി ഇന്റീരിയർ ഡിസൈൻ കമ്പനീസ് ഒക്കെ നമ്മുടെ ഫാക്ടറി ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പലതും ചെയ്യാറുണ്ട്. ഇല്ലെന്നല്ല. ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇനിയും വരാം. അതുവരെ സൈനിങ് ഓഫ്.